morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. യേശയ്യാവിന്റെ പുസ്തകം 43-18 മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഒഴുക്കും. ഇവിടെ വചനം പറയുന്നത് പണ്ടുള്ളതിനെ ഓർക്കണ്ട. പണ്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു 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 പണ്ട് എനിക്ക് ജീവിതത്തിൽ പറ്റിയ തെറ്റുകളാണ് ഇന്ന് എന്നെ നശിപ്പിച്ചതും, മുമ്പ് എന്റെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു, ഇപ്പോൾ ഞാൻ ആകെ തകർന്നിരിക്കുക. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. അവരുടെ ഇടയിൽ അന്ന് ചെങ്കടലിൽ കൂടെ വഴിയൊരുക്കിയ കഥയാണ് അവർക്ക് എപ്പോഴും പറയാനുള്ളത്. കർത്താവ് പറഞ്ഞ ചെങ്കടലിൽ വഴിയൊരുക്കിയതിരിക്കട്ടെ, ഇപ്പോ നിങ്ങൾ നിൽക്കുന്നത് ചെങ്കടലല്ല, മരുഭൂമിയിലാണ്. ഞാൻ ഇപ്പോൾ ഈ മരുഭൂമിയിൽ ഞാൻ വഴിയൊരുക്കാൻ പോവാം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം എന്താ? ഇന്നലകളിൽ നടന്ന അത്ഭുതങ്ങൾ പോലല്ല ഇന്ന്. അന്ന് ചെങ്കടൽ മുമ്പിൽ വഴി ഒരുക്കി, ഇപ്പൊ ഞാൻ മരുഭൂമിയില. അന്ന് ചെങ്കടലിൽ അവിടെ വഴി തുറന്നവൻ ഇന്ന് മരുഭൂമിയിൽ വഴി തുറക്കാനും സാധ്യതയുള്ളവനാണ്. അവൻ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ്. വചനം പറയുന്നത് നിർജ്ജന പ്രദേശത്ത് ഞാൻ നദി ഒഴുക്കും. നിർജ്ജന പ്രദേശം, ആളുകളില്ല, പ്രത്യാശിക്ക് വകയില്ല, കൂട്ടിനാളില്ല, മനസ്സിലാക്കാൻ ആളില്ല, അവിടെ നദി ഒഴുക്കും. ഹല്ലേലൂയ. നദിയെ കുറിച്ച് കാണുമ്പോൾ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പറയുന്നതാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാണോ? അവിടെ ദൈവ സാന്നിധ്യത്തിന്റെ നദി ഒഴുകും. നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലേ? നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ലേ? പണ്ടുള്ളതിനെ ഓർത്ത് നിരൂപിക്കേണ്ട, അതിനെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കേണ്ട. ആമേൻ, ഇതാ പുതിയതൊന്ന്. അതെ, ഹല്ലേലൂയ. ആമേൻ. മരുഭൂമിയിൽ തന്റെ ജനത്തെ നടത്തിയവൻ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഒറ്റയ്ക്കായിരുന്ന ആമേൻ ഏലിയാവിന് വേണ്ടി കാക്കയച്ചു ഭക്ഷണത്തെ കൊടുത്തവൻ. ആമേൻ. തളർന്നിരുന്ന ഒറ്റയ്ക്ക് ഭയന്ന് ഓടിപ്പോയ യാക്കോബിനെ തേടി കണ്ടെത്തി സംസാരിച്ചവൻ. ഹാഗറിനോട് അടുത്തുപോയി നിന്ന് സംസാരിച്ചവൻ. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടു നിന്ന ആമേൻ ആടുകളെ മേച്ചുകൊണ്ട് കാട്ടിൽ ഒറ്റയ്ക്കുന്ന ദാവീദിന് വേണ്ടി ഇറങ്ങി ഹല്ലേലൂയ ആ വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്ന് ദാവീദിനെ വിട്ടുവിച്ചവനായ കർത്താവ്. ഹല്ലേലൂയ. സിംഹത്തിന്റെ കുഴിയിലും അഗ്നിയുടെ അകത്തും തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ, സാന്നിധ്യം ഒരുക്കിയവൻ. അതെ, നിർജ്ജന പ്രദേശത്ത് ആരും കൂട്ടിനില്ലേ. നിന്റെ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ കരുത്തുള്ളതാണ്, ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഇന്നലത്തെ കാര്യം ഓർത്തിരിക്കേണ്ട. ഇന്നത്തെ സാഹചര്യത്തിലും അത്ഭുതം ചെയ്യാൻ കർത്താവ് മതിയായവന്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.